നമസ്കാരം. നമുക്ക് ആ ബാലൻസ് ഉള്ള പോർഷൻസ് കൂടെ അങ്ങ് തീർത്താലോ? നല്ല ക്ലൂവും ടിപ്സൊക്കെ വെച്ചിട്ട് നമുക്കങ്ങ് തീർക്കാം. ആദ്യമായിട്ട് ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപം ഏത്? ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപം. അതായത് നമുക്ക് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ വേണം നമ്മുടെ ഉത്തരം നമ്മൾ എക്സാമിന് കണ്ടെത്തേണ്ടതിന്. നമ്മൾ ആലോചിക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. ഗോപിനാഥ് ആ വാക്ക് തന്നെ നമ്മുടെ മനസ്സിൽ തറച്ചു കയറിയേ ഉറപ്പായിട്ടും. നമ്മുടെ മനസ്സിലുള്ള ഗോപിനാഥ് ആരാ? ഗോപിനാഥ് മുതുകാട്. അദ്ദേഹം ഒരു മജീഷ്യനാന്നേ. മറ്റ് സംസ്ഥാനത്തെ ഒന്നുമല്ലല്ലോ. ഏത് സംസ്ഥാനത്തെ? നമ്മുടെ കേരളത്തിലെ. കേരള നടനം. കേരള ഒരു നടനം, സ്റ്റേജിലൊക്കെ ഒരു നടനം കാണിക്കുന്ന മനുഷ്യനല്ലേ മാജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപം ഏതാ? കേരള നടനം. ഈസിയായിട്ട് നിങ്ങൾക്കത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത അതായത് കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ രൂപം അഭ്യസിച്ചിറങ്ങിയ ആദ്യ വനിത ഏതാണെന്ന്. ആദ്യമായിട്ട് കലാമണ്ഡലത്തിൽ പോകുമ്പോൾ നല്ല ദൈവത്തെയൊക്കെ വിളിച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ആ മേഡം അങ്ങോട്ട് പോയത്. അതേപോലെ തന്നെ അതേ പ്രസന്നതയോട് തന്നെ പുറത്തു ഇറങ്ങി. ആ ഒരു ക്ലൂ നമുക്ക് ഉണ്ടായാൽ മതി. ആദ്യമായിട്ട് കലാമണ്ഡലത്തിൽ പോയപ്പോൾ അവർ ദേവിയെ പ്രാർത്ഥിച്ചിട്ടാണ് കയറിയത്. ദേവിയെ പ്രാർത്ഥിച്ച് തൊഴുതിട്ടൊക്കെയാണ് അവർ കയറിയത്. അതേപോലെ തന്നെ ആ പ്രസന്നത അവർക്ക് ഇറങ്ങിയപ്പോഴും കിട്ടി. കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത കലാമണ്ഡലം ദേവിക. കലാമണ്ഡലത്തിലോട്ട് ആദ്യമായിട്ട് കയറുന്നതിന് മുന്നേ ദേവിയെ പ്രാർത്ഥിച്ചിട്ടാണ് കയറിയത്. കലാമണ്ഡലം ദേവിക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വരും. നിങ്ങളിതിന് ഉത്തരവും എഴുതും. അടുത്തത് ചവറ പാറുക്കുട്ടി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? ചവറ പാറുക്കുട്ടി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? കഥകളി. ഈസിയായിട്ട് നമുക്കറിയാം. എങ്ങനെയാ? നമ്മുടെ നന്ദന സിനിമയ്ക്കകത്ത് അമ്മച്ചി ചോദിക്കത്തില്ലേ പാറുക്കുട്ടി അമ്മ എങ്ങടാന്ന്? അന്നേരം ഞാൻ കളപ്പരയ്ക്ക് പോവുക, തീ വെക്കാൻ എന്നൊക്കെ പറയത്തില്ലേ? എന്നാൽ ഇവിടെ നിന്ന് കഥകളി കളിക്കാതെ അങ്ങോട്ട് പോവുക എന്നൊരു പറയത്തില്ലേ? ഓർമ്മയില്ലേ? ഉറപ്പായിട്ടും അത് മറന്നില്ല എന്ന് എനിക്കറിയാം. നമ്മുടെ നന്ദന സിനിമയ്ക്കകത്തെ പാറുക്കുട്ടി എന്നുള്ള പേര് നമ്മുടെ മൈൻഡിൽ വരും. ചവറ പാറുക്കുട്ടി കഥകളി. ഇവിടെ നിന്ന് കഥകളി കളിക്കാതെ അങ്ങോട്ട് പോവുക എന്ന് പറയത്തില്ലേ? ആ ഒരു ക്ലൂ വെച്ചാൽ മതി. ചവറ പാറുക്കുട്ടി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? കഥകളി. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏതാ? മോഹിനിയാട്ടം. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം മോഹിനിയാട്ടം. നമ്മൾ മുമ്പ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലൂ ഈസിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മോഹിനിമാർക്കൊക്കെ തനിച്ചിരിക്കാനാണ് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ ഒരു ക്ലൂ വെച്ച് ഇതൊന്ന് കണക്ട് ചെയ്താൽ മതി. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏതാ? മോഹിനിയാട്ടം. ഛത്രവും ചാമരവും ആരുടെ കൃതിയാണ്? ഛത്രവും ചാമരവും ആരുടെ കൃതിയാണ്? എം പി ശങ്കുണ്ണി നായർ. നമ്മൾ വിചാരിക്കും അയ്യോ ഇതെങ്ങനെ പഠിച്ചെടുക്കാനാണ്? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമുക്ക് എല്ലാത്തിനും സിമ്പിൾ ട്രിക്കുണ്ട്. ഒരു കുഞ്ഞിന് ഛത്രം എന്നുള്ളത് ചരിത്രം എന്ന് എടുത്താൽ മതി. ഒരു കുഞ്ഞിന്, അതായത് ഒരു ഉണ്ണിക്ക്, ശങ്കുണ്ണി, ഒരു ഉണ്ണിക്ക് നമ്മൾ ചരിത്രം പറഞ്ഞു കൊടുത്തു. ഒരു ഉണ്ണിക്ക്, അതായത് വീട്ടിലൊരു കുഞ്ഞുണ്ണി ഉണ്ടല്ലോ, ശങ്കുണ്ണി. ഒരു ഉണ്ണിക്ക് നമ്മൾ ചരിത്രം പറഞ്ഞു കൊടുത്തു. ആ ഒരു ക്ലൂവിൽ ഈസിയായിട്ട് നമുക്കത് കണക്ട് ചെയ്യാം. അടുത്തത് പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന്, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, ഒരു കോമയുണ്ട്. പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച രാജാവാര്? മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാനാര്? ആർക്കാണ് കൊടുത്തത്? രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടമാണ് നൽകിയത്. ആരാ നൽകിയത് എന്നതാണ് ചോദ്യം. അതായത് ഏത് തമ്പുരാനാണ് അങ്ങനെ ഒരു മണക്കാടൻ ഗുരുക്കൾ എന്ന് പറഞ്ഞ പട്ടം രാമൻ കൊടുത്തത് എന്നാണ് ചോദ്യം. ചിറക്കൽ തമ്പുരാനാണ് മണക്കാടൻ ഗുരുക്കൾ എന്ന പട്ടം രാമന് കൊടുത്തത്, തെയ്യം കലാകാരനായ രാമന് കൊടുത്തത്. അതിൻ്റെ ക്ലൂ ഞാൻ താഴെ ഇറങ്ങിയിട്ടുണ്ട്. കാടിനോട് ചേർന്നൊരു ചിറയിൽ ഗുരു കുളിച്ചു. അത്രയും വലിയ ക്ലൂ ഒന്നും വേണ്ട. കാടിനോട് ചേർന്ന് ഒരു ചിറയുണ്ട്. എവിടെ ഒരു കാടുണ്ടെങ്കിലും അല്ലെങ്കിൽ എവിടെ ഒരു ചിറയുണ്ടെങ്കിലും അതിനോട് ചേർന്നൊരു കാടുണ്ടല്ലോ.
മണക്കാടൻ ഗുരുക്കൾ. പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാനാരാ? ചിറയ്ക്കൽ തമ്പുരാൻ. ഞാനിതെങ്ങനെ എന്തിനാണെന്നറിയാം വീണ്ടും വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് ബോറടി തോന്നരുത്. കാര്യം എന്ന് വെച്ചാൽ ഈ വീണ്ടും നമ്മൾ റിവൈസ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ റിവിഷൻ എന്ന് പറഞ്ഞൊരു പുറകെ പോകുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. നമ്മൾ ഒരു വട്ടം പഠിച്ചാൽ അത് നമ്മുടെ തലയിൽ കയറിയിരിക്കണം. പിന്നീട് നമ്മൾ ആ വഴിക്കോട്ട് പോരുതെന്നല്ല, നമ്മൾ എക്സാമിന് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാത്ത രീതിയിൽ നമ്മുടെ മൈൻഡിലൊരു ക്ലൂ ആണി അടിച്ച് കയറിയിട്ട് വേണം നമ്മൾ അടുത്തതിലോട്ട് പോകാൻ. ഓക്കെ, ഞാൻ പറയുന്ന ക്ലൂവിൽ നിന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്തൊരു ക്ലൂ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾ കണക്ട് ചെയ്യണം. അടുത്തത്, ഭൈരവിക്കോലം ഏത് കലാരൂപമായി ബന്ധപ്പെട്ടതാണ്? ഭൈരവിക്കോലം ഏത് കലാരൂപമായി ബന്ധപ്പെട്ടതാണ്? പടയണി. പട കണ്ട് ഭൈരവി ഭയന്നു. അത്രയും വലിയതും വേണ്ട, പട കണ്ട് ഭയന്നു. ഭൈരവി. അതായത് ഭൈരവിക്കോലം ഏത് കലാരൂപമായി ബന്ധപ്പെട്ടതാണ്? പടയണി. പട കണ്ട് ഭൈരവി ഭയന്നു. അതായത് പടം മനസ്സിലായല്ലോ. പടയണി ഭൈരവി. പട കണ്ട് ഭൈരവി ഭയന്നു. ആ ഒരു ക്ലൂവിൽ നമുക്ക് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഭൈരവി എന്ന് കാണുമ്പോഴേ പടയണി നമുക്ക് കണക്ട് ചെയ്യാൻ ഈസി ആയിട്ട് നമുക്ക് പറ്റും. അടുത്തത്, യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രാചീനം സിദ്ധിച്ച ജില്ല. യക്ഷഗാനം എന്ന കലാരൂപത്തിന് ഏത് ജില്ലയിലാണെന്നാണ് സിമ്പിളായി ചോദിച്ചിരിക്കുന്നത്. ഇവരൊന്ന് ഇച്ചിരി നമ്മളൊന്ന് ഉൾട്ടയാക്കാൻ വേണ്ടി ചോദിക്കുന്നത്. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രാചീനം സിദ്ധിച്ച ജില്ല ഏതെന്നാണ് ചോദിക്കുന്നത്. കാസർഗോഡാണ്. കാസർഗോഡ്. നമുക്കതിൽ സിമ്പിളായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൂ ഞാൻ പറഞ്ഞുതരാം. ഈ യക്ഷം ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന യക്ഷി എന്നാണല്ലോ. അതായത് യക്ഷി, കാസർഗോഡ്. ആ കാസർഗോഡിനകത്ത് ഗോഡിനെ ഒന്ന് നോക്കി. ഗോഡ്, ദൈവം. യക്ഷിക്കൊക്കെ ദൈവത്തെ പേടിയല്ലേ? അതായത് നമ്മുടെ ഈ ചോദ്യത്തിനകത്ത് ഈ യക്ഷി എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരിക്ക്, യക്ഷഗാനത്തിൻ്റെ യക്ഷിക്ക് നമ്മുടെ ഈ കാസർഗോഡിൻ്റെ ഗോഡിനെ പേടിയല്ലേ? അത്രയേ ഉള്ളൂ. ദൈവത്തെ യക്ഷിക്ക് പേടിയാണ്, ഗോഡിനെ യക്ഷിക്ക് പേടിയാണ്. ആ രീതി നമ്മൾ കണക്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ആ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യോട് പറയുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞ പഞ്ചവാദ്യങ്ങൾ ഈസിയായിട്ട് ഓർത്തിരുന്നോണേ, മറക്കല്ലേ. അതായത് നിങ്ങൾ പലരും ഈ വീഡിയോ ആയിരിക്കും ആദ്യം കാണുന്നത്, അതുകൊണ്ട് പഴയ വീഡിയോയിലോട്ട് പോകാത്തതുകൊണ്ട് ഞാൻ ഇതുകൂടെ ഒന്ന് പറഞ്ഞുതരാം. കൈറ്റ്, എം രൂപത്തിയിരിക്കുന്ന കൈറ്റ് നമ്മൾ പറത്തി. പട്ടം. പഞ്ചവാദ്യങ്ങൾ ഏതൊക്കെയാണ്? കെ കൊമ്പ്, ഐ ഇടയ്ക്ക, ടി തിമില, ഇ ഇലതാളം, എം മദ്ദളം. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറേ ചോദ്യങ്ങൾ ഒത്തിരി വട്ടം വന്നിട്ടുണ്ട്. കാര്യം ഇതിൽ പെടാത്തത് ഏത്? നമ്മൾ അന്നേരം പഞ്ചവാദ്യം ഏതാണെന്ന് ആലോചിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കൈറ്റ് എം രൂപത്തിലുള്ള കൈറ്റ് ഉണ്ടല്ലോ, പട്ടം നമ്മൾ പറത്തി. ചെണ്ട ഈ ഓപ്ഷനിൽ തന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും ചെണ്ട ഇതിൽ പെടുന്നുണ്ടോ എന്ന്. നമ്മൾ ഉടനെ നമ്മൾ എടുത്തം കാച്ചും ചെണ്ട പെടുന്നുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ചെണ്ട പഞ്ചവാദ്യത്തിൽ പെടുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ എന്തുവാ, ചെണ്ട ഒരു അസുരവാദിയാണ്. പഞ്ചവാദ്യത്തിൽ മൊത്തം ദേവവാദ്യങ്ങളാണ് വരുന്നത്. ചെണ്ട ഒരു അസുരവാദ്യം മാത്രമല്ല, ചെണ്ട ഒരു തുകിൽ വാദ്യം കൂടാണ്. തുകിൽ, അതായത് നമ്മുടെ ഈ തൊലിയുണ്ടല്ലോ, തൊലി കൊണ്ടുണ്ടാക്കിയ ഒരു തുകൽ വാദ്യം കൊണ്ടാണ് ചെണ്ട. അതുകൊണ്ട് ഈസിയായിട്ട് പഞ്ചവാദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചോ. കൈറ്റ് എം, കൊമ്പ്, ഇടയ്ക്ക, തിമില, ഇലതാളം, മദ്ദളം. ഇതേ നമ്മൾ പറഞ്ഞ അതിനോട് കണക്ട് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ് ചെണ്ട എന്ന ഇൻസ്ട്രുമെൻറ്റിനോട് ചേർന്ന പ്രസ്താവന ഏത്? ഒരു തുകൽ വാദ്യമാണ്. പഞ്ചാരി, പാണ്ടി മേളങ്ങളിലെ പ്രധാന വാദ്യോപകരണമാണ് ചെണ്ട. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളെ നിങ്ങളെത്താൻ. ഈ വരികൾ ആരെഴുതിയതാണ്? കുമാരനാശാൻ. ഇത് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. വീണ്ടും എന്നാലൊരു ക്ലൂ ആയിട്ട് ഒന്നുകൂടെ ഓർത്തിരിക്കാൻ പറയുക. മാറ്റുവിൻ ചട്ടങ്ങളെ നിങ്ങളെത്താൻ. അതായത് നമ്മുടെ ഈ ഗുരുക്കന്മാരൊക്കെ നമ്മളുടെ നേരെ ഇച്ചിരി ധാർഷ്ട്യത്തോടെ ഇച്ചിരി അവർക്ക് നമ്മളോടുള്ള സ്വാതന്ത്ര്യത്തോടൊക്കെ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, മാറ്റുവിൻ ചട്ടങ്ങളെ. ആ ചട്ടം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരൊരു ആശാന്മാരല്ലേ, ഒരു ആശാന്മാരെ അങ്ങനെയൊക്കെ സംസാരിക്കത്തുള്ളൂ. കുമാരൻ ആശാൻ. അപ്പോൾ നിങ്ങൾ ഇതൊന്നും മറക്കരുത്. കാണാത്തൊരു പ്രീവിയസ് വീഡിയോ എല്ലാം ഒന്ന് കാണണം. ഉറപ്പായിട്ടും നമ്മൾ പഠിക്കുന്നത് നമ്മൾ മറക്കത്തില്ല. ഒരു വട്ടം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ മൈൻഡിൽ തറച്ചു കയറും. നമ്മളെ ദൈവം
തീർച്ചയായിട്ടും രക്ഷിക്കും. ധൈര്യമായിട്ട് നമുക്ക് എക്സാം എഴുതാം, പാസ്സാവാം. ഓക്കെ.